കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. MSc ഫിസിക്സ് MSc PH എന്ന് പറയുന്ന കൂടുതൽ പേപ്പറിന്റെ MPH 002 ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് MPH 002 എന്ന് പറയുമ്പോൾ ഒരു 2 ക്രെഡിറ്റ്സ് പേപ്പർ ആണ്. 2 ബ്ലോക്ക് വരുന്ന ഒരു 2 ക്രെഡിറ്റ്സ് പേപ്പർ ആണ്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിലബസിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ ഹൈ ഫീൽഡ് ടോപ്പിക്സ്, ആ ക്വസ്റ്റ്യന്റെ ട്രെൻഡ്സ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള അതിന്റെ സിഗ്നിഫിക്കൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സെഷനിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ദ ഫോളോയിങ് തിങ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ വിൽ ബി സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബ്ലോക്സ് ആക്കിയിട്ടും യൂണിറ്റ്സ് ആക്കിയിട്ടും സബ് ടോപ്പിക്സ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലോക്സും യൂണിറ്റ്സും സബ് ടോപ്പിക്സിലും ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ആ ബ്ലോക്കിൽ തന്നെ എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എത്ര മാർക്സ് ഒക്കെയാണ് അത് ഫീൽഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിലബസ് മാപ്പിംഗിലൂടെ ചെയ്യുന്നത്. സിലബസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് ആയിട്ട് അതിനെ ഒന്ന് ചെയ്യുന്നതിനാണ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, അതിന്റെ ട്രെൻഡ്സ് എങ്ങനെയാണ്, ഓവർ ദി ഇയർ എന്തൊക്കെ ട്രെൻഡ്സ് ആണ് അതിനുള്ളത്, അതായത് കൂടുതൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചിരിക്കുന്നത്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിൽ നോക്കാൻ പോകുന്നത്. ദെൻ വിൽ ഗോ ഫോർ ദ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തീം ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ടോപ്പിക്സ് ഏതാണ്, അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളതായിരിക്കും നമ്മൾ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂവിൽ ചെയ്യുന്നുണ്ടാവുക. Then we'll go for the probability, topic probability and predictions. Based on the conclusions, നമ്മൾ ഇത്രയും നേരം ചെയ്ത കൺക്ലൂഷൻസിനെ ബേസ് ചെയ്തിട്ട് we'll predict some topics. Okay, ഇതൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഈ ജൂൺ 2025 എക്സാമിലേക്ക്. The main objective of this session എന്താണ്, നമ്മുടെ ജൂൺ 2025 എക്സാമിലേക്ക് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിക്കാന്നുള്ളതാണ്. അപ്പൊ ഈ ജൂൺ TEയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസിൽ ചെയ്യുന്നുണ്ടാവുക, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി അനുസരിച്ചിട്ട്. ദെൻ വിൽ ഇൻട്രൊഡ്യൂസ് ആ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ആ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ടോപ്പിക്സും എല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ പ്രെഡിക്റ്റീവ് പേപ്പർ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. ആ മോഡൽ പ്രെഡിക്റ്റീവ് പേപ്പറിൽ എന്താ പറയാ, എല്ലാ ടോപ്പിക്സും ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരിക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ ദ മോഡൽ ആൻസേഴ്സ് ആർ ദ മാർക്കിംഗ് സ്കീം. മാർക്കിംഗ് സ്കീം തരുന്നത് വഴി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ഏത് രീതിയിൽ ആൻസർ എഴുതിയാലാണ് മാക്സിമം മാർക്സ് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മാർക്കിംഗ് സ്കീം നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേഷൻ ചെയ്യിപ്പിക്കുന്നത്. മറ്റൊരാൾ ചെയ്യുന്നതിലും നമ്മൾ തന്നെ നമ്മുടെ തെറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ വിൽ ഡിസ്കസ് അബൌട്ട് ദ മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ത്രൂ ഔട്ട് ഫുൾ പേപ്പേഴ്സ് ഇരുന്നും കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഫുൾ ടോപ്പിക്സ് ഇരുന്ന് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വെയിറ്റേജ് കൂടുതലുള്ള ഏതാണോ നോക്കിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിവ്യൂ
ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം. എങ്ങനെ പഠിക്കാം, എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അല്ലെങ്കിൽ 1 ഡേ 2 ഡേ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വഴി ലേണേഴ്സിന് ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ റിവിഷൻ, അതുപോലെ തന്നെ എക്സാമിലേക്ക് നമുക്ക് ഈ എന്താ പറയാ സ്ട്രാറ്റജിക്കലി എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ത്രൂ ഔട്ട് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. അപ്പൊ ഈ ഒരു ബാർഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം റിലേറ്റീവ്ലി നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വി കനോട്ട് സ്കിപ്പ്. ഇതിൽ രണ്ട് ഇപ്പൊ ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയൻ ആയാലും സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം സ്മോളർ സൊല്യൂഷൻ എന്ന് പറയുന്നതാണെങ്കിലും ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കാരണം അതായത് 4 ഡിഫറെന്റ് ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കുന്ന ബ്ലോക്കാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ പോലും കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇഗ്നോർ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 1ഉം ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്, ബട്ട് റിലേറ്റീവ്ലി കുറച്ച് കൂടുതലുള്ളത് ബ്ലോക്ക് 2-നാണ്. അപ്പൊ നമ്മൾക്ക് ഇനി ഒരു ഹീറ്റ് മാപ്പ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഹീറ്റ് മാപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്സ്, അതായത് ഹീറ്റ് മാപ്പിൽ ഡാർക്കർ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഡാർക്കർ ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതായിരിക്കും. ലൈറ്റർ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി കുറഞ്ഞു വരും. ഇപ്പം ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് 1-ന് യൂണിറ്റ് 3-ൽ നിന്ന് 10ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 2-ൽ നിന്ന് യൂണിറ്റ് 4-ൽ നിന്നാണ് ബ്ലോക്ക് 1 എന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് 1-ൽ നിന്നാണ്. അപ്പൊ ഈക്വലി എല്ലാ യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് യൂണിറ്റ് 3-ക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 2-ൽ നോക്കുമ്പോഴത്തേക്കും യൂണിറ്റ് 5-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 6, ദെൻ 7, ദെൻ 8 അങ്ങനെയുള്ള രീതിക്കാണ് അതിന്റെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ നേരത്തെ ഹീറ്റ് മാപ്പിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ബ്ലോക്ക് 2-ന്റെ ആഡ് ഓൺ നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 2-ൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ബ്ലോക്കും യൂണിറ്റ് വൈസും നമ്മൾ നോക്കാൻ പോവാണ്. ബ്ലോക്ക് 1-ലെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻസും അതിന്റെ അപ്ലിക്കേഷൻസും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോർഷനാണ്. ഇപ്പോഴും അതിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 10 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ഇറ്റ് ഇസ് ഹാവിംഗ് ആൻ ഹയർ പ്രോബബിലിറ്റി. പിന്നെ മീഡിയം പ്രോബബിലിറ്റി വരുന്നത് നമ്മുടെ കൺസ്ട്രെയിനും ഡാലംബർട്ട്സ് പ്രിൻസിപ്പിളും ആണ്. ഡാലംബർട്ട്സ് പ്രിൻസിപ്പിൾ അറിയാവുന്ന ഒരാൾക്ക് ലഗ്രാഞ്ചിയൻ ചെയ്യാനായിട്ട് അറിയാം, മീനിങ് അത് ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഇത് യൂണിറ്റ് 2-ഉം ഇത് യൂണിറ്റ് 3-ഉം ആണ്. അപ്പൊ യൂണിറ്റ് 2-ലെ കൺസ്ട്രെയിൻസ് ആൻഡ് ഡാലംബർട്ട്സ് പ്രിൻസിപ്പിളിന്റെ കൂടെ യൂണിറ്റ് 3-ലെ ലഗ്രാഞ്ചസ് ഇക്വേഷനും കൂടെ നല്ല പോലെ നമ്മൾ പഠിക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, പിന്നെ അതുപോലെ തന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, കൺസർവേഷൻ ലോസ്, ഇതൊക്കെ ലോ പ്രോബബിലിറ്റി ആണ്. പക്ഷേ ലോ എന്ന് പറഞ്ഞാലും 5 തവണ 4 തവണയൊക്കെ ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി പിന്നെ ഉള്ളത് നമ്മുടെ ഹാമിൽട്ടോണിയൻസ് പ്രിൻസിപ്പിളും കൺസർവേഷൻ തിയറുമാണ്. ഈ നമ്മുടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കൺസ്ട്രെയിൻസ്, ഡാലംബർട്ട്സ് പ്രിൻസിപ്പിളും കൺസ്ട്രെയിൻസും അതുപോലെ തന്നെ ഹാമിൽട്ടോണിയനും അതിന്റെ കൺസർവേഷൻ തിയറംസും ആണ് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റ് 2, നമ്മുടെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5-ലെ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. അത് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഓർബിറ്റൽ മോഷന്റെ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 10 തവണയൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 10 തവണ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നാണ് അതിന്റെ ഒരു അർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ മീഡിയം പ്രോബബിലിറ്റി വരുന്നത് നമ്മുടെ കെപ്ലേഴ്സ് ലാപ്ലേസ് റുംഗ്ലൻസ് വെക്ടറിന്റെ ഒരു പ്രൂഫ് ഉണ്ട് നിങ്ങൾക്ക്. അതും നല്ല ഇമ്പോർട്ടന്റ് ആണ്. മീഡിയം പ്രോബബിലിറ്റി ആണ്. അതായത് 8 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് മീഡിയം ആണ് എന്നുണ്ടെങ്കിലും ഇതും അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ തിയറി ഓഫ് സ്മോൾ ഓസിലേഷനിലെ കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, ആ കപ്പിൾഡ് ഓസിലേറ്റേഴ്സും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് വിരിയൽ അല്ലെങ്കിൽ ബെർട്രാൻസ് തിയറം. ഈ വിരിയൽ അല്ലെങ്കിൽ ബെർട്രാൻസ് തിയറം എന്നൊക്കെ പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതും അത്യാവശ്യം നന്നായി പഠിക്കണം. പിന്നെ ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ 6 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്.
ദെൻ സ്കാറ്ററിംഗ് പ്രോബ്ലം, സ്കാറ്ററിംഗ് ഇൻ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. അതിന് ലോ പ്രോബബിലിറ്റി ആണ്, പക്ഷെ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. സത്യത്തിൽ ലോ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ, ബട്ട് അത് ഹൈ ഈൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്തുകൊണ്ട് അത് ഹൈ ഈൽഡ് ആവുന്നു എന്നുള്ളതിന്റെയും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 3. ഇത് ഓൾമോസ്റ്റ് അതിന്റെ ഡയറക്ട് ഡെറിവേഷൻസും പ്രോബ്ലം സോൾവിംഗ് സിനാരിയോസും ഒക്കെ ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ന്യൂമറിക്കൽ പാർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ലഗ്രാഞ്ചസ് ഇക്വേഷന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം, ഇക്വേഷൻസ് ഓഫ് മോഷൻ ആൻഡ് ഓർബിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 5, ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. അതിലെ ഡെറിവേഷൻ, ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ഓരോ ഓർബിറ്റൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർബോളിക് ഓർബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓർബിറ്റൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ അപ്ലിക്കേഷൻസ് ഷോർട്ട് ആൻസറിലും ലോങ് ആൻസറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതാണ് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം, ഇക്വേഷൻസ് ഓഫ് മോഷൻ ആൻഡ് ഓർബിറ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ കെപ്ലർ പ്രോബ്ലം ആൻഡ് ലാപ്ലേസ് റുംഗ്ലൻസ് വെക്ടർ, ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണത്. അത് നമ്മുടെ ക്ലാസിക്കൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു എന്താ പറയാ ഫൗണ്ടേഷണൽ ഇതാണ് ഈ ലാപ്ലേസ് റുംഗ്ലൻസ് വെക്ടർ അല്ലെങ്കിൽ കെപ്ലർ പ്രോബ്ലം എന്നൊക്കെ പറയുന്നത്. അത് ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് ആയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഐഡിയക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെറിവേഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടോ ഈ ഒരു ടോപ്പിക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ സമ്മറൈസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൽ ഹൈ ഈൽഡ് ടോപ്പിക്സിൽ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എക്സാമിന്. ഇത് നോക്കാതെ നിങ്ങൾ പോവരുത് എന്നുള്ളതാണ് ഈ ടോപ്പിക്സിന്റെ ഒരു ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് ഫോം അനലിറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അതിന് 10 മാർക്കാണ്. ലെങ്ത് എന്ന് പറയുന്നത് 120 to 250 വേർഡ്സ്. നമുക്ക് വേർഡ് കൗണ്ട് അല്ല കൂടുതലുള്ളത്, നമ്മുടെ മൾട്ടി സ്റ്റെപ്പ് ഡെറിവേഷൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വെനെവർ യു ആർ റൈറ്റിംഗ് എ ഡെറിവേഷൻ കീപ് ഇറ്റ് സ്ട്രക്ചേർഡ്. എപ്പോഴും അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. വെറുതെ ഒരു ഫിഗർ വരച്ചു വെക്കരുത്. ഫിഗറിൽ എന്താണ് എന്നുള്ളത് എപ്പോഴും ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. കൺസിഡർ ആൻ ഒബ്ജക്ട് റിവോൾവിംഗ് അറൌണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇതാക്കണം. ഈ ക്വസ്റ്റ്യനിൽ അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആസ് ഗിവൺ ഇൻ ദ ഫിഗർ എന്ന് അല്ലെങ്കിൽ ആസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അത് ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഡെറിവേഷനിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർബിറ്റലിന്റെ ഇക്വേഷൻ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാണ്, വേറെ ഒരു സ്ഥലത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ദി ഓർബിറ്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഡോണ്ട് ജസ്റ്റ് പുട്ട് ദാറ്റ് ഇക്വേഷൻ ഇൻ ടു യുവർ പേപ്പർ. വെറുതെ പേപ്പറിനകത്തോട്ട് എഴുതാതെ അത് ഇവിടെ നിന്ന് എന്താണ് ആ ഇക്വേഷൻ എന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്യുക ബ്രാക്കറ്റിൽ. ഇറ്റ് വിൽ ബി മോർ അപ്പീൽ. പിന്നെ കൺക്ലൂഷൻ, അതായത് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. Thus the orbital equation is found to be, അല്ലെങ്കിൽ thus the Lagrangian of the equation is എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് അണ്ടർലൈൻ ദാറ്റ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ എക്സാമിനേഴ്സിന് മനസ്സിലാവും. പിന്നെ ഉള്ളത് ഷോർട്ട് അനലിറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലം. അതിന് 5 മാർക്സ് ആണ്. അത് എന്താ പറയാ, സിംഗിൾ ഒരു പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പൊ നമ്മള് വിരിയൽ തിയറം, ബർട്രാൻസ് തിയറം അതിനൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തിയറം ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തിയറം എക്സ്പ്ലെയിൻ ചെയ്യുക, ദെൻ അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതാണ് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലം നല്ലപോലെ കാൽക്കുലേഷൻസ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യുക. തെറ്റിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. മോസ്റ്റ്ലി നമ്മളിപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ ഡിഫറൻഷിയേറ്റ്
ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും തെറ്റിക്കുന്നുണ്ടാവാം. അതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യാം. വേർഡ് കൗണ്ട് 60 to 100 വേർഡ്സ് ആണ്. നമുക്ക് വേർഡ് കൗണ്ടിനേക്കാളും ഇമ്പോർട്ടൻസ് ഡെറിവേഷൻ പോർഷൻ ആയതുകൊണ്ട് ഞാൻ ആ വേർഡ് കൗണ്ട് എടുത്ത് പറഞ്ഞില്ലെന്നോ. പിന്നെ കൺസെപ്ച്വൽ ഡെഫിനിഷൻ ഓർ ഷോർട്ട് നോട്ട്. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ക്രിസ്പ് ആയിട്ടുള്ള ഫാക്ട് മാത്രം നിങ്ങൾ അതിനകത്ത് എഴുതുക. അതൊരു ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോ ഒരു തിയറത്തിനെ പറ്റിയിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് എ ടെൻഡൻസി ടു റൈറ്റ് അബൌട്ട് ദ ഹോൾ ചാപ്റ്റർ. ഡോണ്ട് ഡു ദാറ്റ്. ഗീവ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതിനാണ് നിങ്ങൾ കഥ എഴുതി വെക്കുന്നതിനല്ല ഇവിടെ മാർക്കുള്ളത്. എന്തിനാണ് മാർക്കുള്ളത്? കറക്റ്റ് ഫാക്ട് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നതിനാണ്. ആ ഫാക്ട് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ, ആ ഫാക്ട് പറഞ്ഞിട്ട് യു ഗോ ഫോർ ദ എക്സ്പ്ലനേഷൻ. ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് ലഗ്രാഞ്ചിനെ പറ്റിയിട്ടോ ഹാമിൽട്ടോണിയനെ പറ്റിയിട്ടോ എഴുതി തിന്നിട്ട് കാര്യമില്ല. എന്താണോ ചോദിച്ചിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോർ ദാറ്റ്. ആ ഒരു ആൻസർ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് ആ ഒരു വേർഡ് കാര്യങ്ങളൊക്കെ വേണം. അതിനാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കണമെന്നുള്ളത്. പിന്നെ നമ്മുടെ ഡെറിവേഷൻ ഓർ പ്രൂഫ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്റ്റെപ്പ് വൈസ് തിയററ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രൂഫ് നിർബന്ധമാണ്. അതിനൊരു സ്ട്രക്ചറിങ് വേണം. അതാണ് അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഒരു ഡെറിവേഷൻ നമ്മൾ എഴുതുമ്പോൾ എന്താ പറയാ, അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇതിനും ഇപ്പൊ നമ്മളിപ്പോ പുതിയൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻ വൈൽ വി ആർ പുട്ടിങ് ദിസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് അത് പറയാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻസ് ABC, ഓക്കെ, യു ക്യാൻ ചൂസ് എനി കോൺസ്റ്റന്റ്. ബട്ട് ആ കോൺസ്റ്റന്റ് ഇതാണ് മീനിങ് എന്നുള്ളത് എഴുതി വെക്കുന്നത് ഇസ് ഗുഡ്. ഇപ്പൊ നമ്മളിപ്പോ വേരിയബിൾ സെപ്പറബിൾ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുമല്ലോ. ആ കോൺസ്റ്റന്റിന്റെ യൂഷ്വൽ മീനിങ് അല്ല എന്നുണ്ടെങ്കിൽ H പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ H ഇസ് ഹാവിംഗ് ഇറ്റ്സ് യൂഷ്വൽ മീനിങ്. Hന് പകരം വേറൊരു കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ അവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫൈ ദാറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇതിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നോർമലി നമ്മളുടെ കൺവെൻഷണൽ രീതിയിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ തന്നെയാണ് നല്ലത്. ഇഫ് അറ്റ് ഓൾ നിങ്ങൾ കോൺസ്റ്റന്റ്സിനെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്, സ്പെസിഫൈ ദാറ്റ് എന്ത് കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത്. സോ സ്റ്റെപ്പ് വൈസ് തിയററ്റിക്കൽ ഓർ മാത്തമാറ്റിക്കൽ പ്രൂഫ് ഇസ് എസെൻഷ്യൽ. അത് വേണം. പിന്നെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെയാണ്, 1 മാർക്കിന്റെ കാര്യം. അത് എന്താ പറയാ, ഈ നമ്മുടെ ഇതിനകത്ത് MPH 002 റെയർ ആയിട്ടാണ്. ബട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്, MCQ ടൈപ്പ് ഒക്കെ. അങ്ങനെ ചോദിച്ച് ഭയങ്കര കുറവാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലോങ് ഫോം അനലിറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് പ്രോബ്ലം, അതിന് മൾട്ടി സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഡെറിവേഷൻസ്, അപ്ലിക്കേഷൻ ഓഫ് തിയറം, എക്സ്റ്റെൻഡഡ് കാൽക്കുലേഷൻസ്, അതിനങ്ങനെ 10 മാർക്ക് ഈൽഡ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ പല കാര്യങ്ങളും അതിനകത്ത് ചോദിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നിർബന്ധമാണ്. ഫോർമുലാസ്, ഡയഗ്രംസ് ഒക്കെ ഉള്ള ഫിഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡയഗ്രംസ് ഒക്കെ വരയ്ക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ലാപ്ലേസ് റൂംഗ്ലൻ സ്പെക്ട്രമൊക്കെ നമുക്ക് ഡയഗ്രം ഉണ്ട്, ഡയഗ്രമാറ്റിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ. പിന്നെ ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും ഒക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. യു ക്യാൻ ഡ്രോ, അത്രേ ഉള്ളൂ. അത് എസെൻഷ്യൽ അല്ല, ബട്ട് വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലത് കൃത്യമായിട്ട് ലേബൽ ചെയ്യണം. ഈ ഡയഗ്രംസ് ഒക്കെ എന്താണെന്നുള്ളത് ലേബൽ ചെയ്യുന്നതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് അനലിറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് 5 മാർക്സിന്റെ കൺസൈസ് ആയിട്ടുള്ള പ്രൂഫ്സ് ആയിരിക്കണം. പ്രിസൈസ് ആയിട്ടുള്ള ക്ലാരിറ്റിയോടും ആക്യുറസിയോടും കൂടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അതിൽ. ഇൻഡെപ്ത് ആയിട്ട് തന്നെ, പക്ഷെ വളരെ കുറച്ച് വേർഡ്സിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ ഓർ ഷോർട്ട് ടൈപ്പ്. അതിനൊരു ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഹോളോനോമിക് കൺസ്ട്രെയിൻ, നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ, സൈക്ലിക് കോർഡിനേറ്റ്സ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, അതൊക്കെ എന്താണ്, സ്ക്ലിയറോനോമിക്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് അത് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ അതെന്താണ്, നിങ്ങൾ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ കൊടുക്കുക. അതിൽ കൂടുതലൊന്നും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് അതിന്റെ ആവശ്യമുള്ളൂ. എന്താണെന്ന് പറയാ, എക്സാമ്പിൾ വെച്ചിട്ട് 1-2 എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യാം, മതി. ദാറ്റ് ഇസ് ഫൈൻ. 2-3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 40 to 60 വേർഡ്സ് അപ്പൊ തന്നെ ആയിട്ടുണ്ടാവും. പിന്നെ ഡെറിവേഷൻ ആൻഡ് പ്രൂഫ്. നമ്മുടെ
സ്റ്റാൻഡേർഡ് ഡെറിവേഷൻസ്, സിലബസിനകത്തുള്ള സ്റ്റാൻഡേർഡ് ഡെറിവേഷൻസ് അല്ലെങ്കിൽ ആ രീതി തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം, അതിനൊന്നും പ്രശ്നമില്ല. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് എ സ്ട്രക്ചർ, ലോജിക് ആൻഡ് ഓർഡർ. നിർബന്ധമാണ് സ്ട്രക്ചർ, ലോജിക് ആൻഡ് ഓർഡർ. എവറി ടൈം യു ആർ റൈറ്റിംഗ് എ ഡെറിവേഷൻ ഓർ എ പ്രൂഫ്, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒരു സ്ട്രക്ചർ വേണം, ലോജിക് വേണം, അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം, ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം നമുക്ക് ആ ഒരു ഇത് വായിക്കേണ്ടത്. ഓക്കെ, പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ ബ്ലോക്ക് 1 നിന്ന് 13, ഇപ്പൊ 2024 ജൂണിലെ പേപ്പറിൽ 13 മാർക്സ് ആണ് നമുക്ക് ആവറേജ് സ്കോർ ചെയ്തെങ്കിൽ 2024 ഡിസംബർ പേപ്പറിൽ 14 ആണ് ആവറേജ് മാർക്സ്. ബ്ലോക്ക് 2 12, 11 എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 1 നിന്ന് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. പിന്നെ നമ്മുടെ ഒരു ട്രെൻഡ് ഇവാലുവേഷൻ ആണ്. അതായത് ലോങ് ഫോം അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ ഷോർട്ട് അനലിറ്റിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നതും ഈ ലാസ്റ്റ് 2 ട്രെൻഡ്സിൽ, ലാസ്റ്റ് 2 ഇതിലെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവരൊരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടി കുറഞ്ഞ് പിന്നെ അത് ഈക്വലൈസ് ആയിട്ട് വന്നിരിക്കുകയാണ്, ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണ്. പിന്നെ കൺസെപ്ച്വൽ ഡെഫിനിഷൻ, ഷോർട്ട് പ്രൂഫ്, നമ്മുടെ ഡെറിവേഷൻ എന്നൊക്കെ പറയുന്നതും ഒരു ഈക്വൽ വെയിറ്റേജ് ആണ് വന്നിരിക്കുന്നത്. Long form analytical or numerical question remains the single largest component but gradually decreased from 36 to 33%. അതിനൊരു ഡിക്രീസ് ഉണ്ട്, ബട്ട് ഒരു എന്താ പറയാ, ഒരു സ്റ്റഡിനെസ് ഉണ്ട്. ഈ ഒരു ഫേസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റഡിനെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെറിയ റൈസ്, ഇതിന് ചെറിയൊരു ഡിക്ലൈൻ, പിന്നെ അത് കയറി വന്നു. ഇതിന് ചെറിയൊരു എന്താ പറയാ, ഹൈറ്റിൽ റീച്ച് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഡിക്ലൈൻ ആയി. ഇതൊന്ന് നോർമലായി വന്ന് പിന്നെ അത് ഡിക്ലൈൻ ചെയ്ത് പിന്നെ ഒരു സ്റ്റേഷനറി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ മോഷൻ ഒക്കെ പറയുന്നത് പോലെ, പാർട്ടിക്കിൾ ആദ്യം നല്ല എക്സൈറ്റഡ് ആയിട്ട് വന്നു, പിന്നെ അതിനൊരു ഡിക്ലൈനിങ് ട്രെൻഡ്, പിന്നെ ഇപ്പൊ അതൊന്ന് പെർമനന്റ് അതിന്റെ ഒരു ഈക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു ട്രെൻഡാണ് ഇതിനകത്ത് നമുക്ക് കാണുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജിക്കലി ടൈം മാനേജ് ചെയ്യാം? നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു 3 hour പേപ്പർ ആണെന്ന് വിചാരിക്കാം. 100 മാർക്സിന്റെ ഒരു 3 hour പേപ്പർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 to 65 മിനിറ്റ്സ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് മോർ ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ലോങ് ഫോം അനലിറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലത്തിനാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ സമയം വേണം, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ സമയം വേണം, എന്നിട്ട് അത് എഴുതി ശരിയാക്കണം. അപ്പൊ അതുകൊണ്ട് 33 to 35% ഓഫ് മാർക്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഷോർട്ട് അനലിറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ലോങ് ഫോമിന്റെ അനലിറ്റിക്കലിനും ഷോർട്ട് അനലിറ്റിക്കലിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാവണം, എവിടെ നിന്നാണ് എന്താണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ആ ഏരിയയിൽ കുറച്ചും കൂടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും കുറവ് പിന്നെ സമയം എടുക്കേണ്ടത് 30 to 35 മിനിറ്റ്സ് നമ്മൾ എടുക്കേണ്ടത് ഷോർട്ട് കൺസെപ്ച്വൽ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കുഞ്ഞു ഡെറിവേഷൻസ് പ്രൂഫ്സിനൊക്കെയാണ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ കുറവ് സമയം എടുക്കുന്നത്? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബർട്രാൻസ് തിയറം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ബർട്രാൻസ് തിയറം ആണെന്ന്. അപ്പൊ നിങ്ങൾ എടുക്കേണ്ട സമയം എന്താണ്? അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് എഴുതാനുള്ള സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾറെഡി a ഡയറക്റ്റ് പ്രൂഫ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ പഠിച്ച സാധനം എഴുതി ഫലിപ്പിക്കാനുള്ള സമയം മാത്രം നിങ്ങൾ അവിടെ എടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡെഫിനിഷൻ ആയി കഴിഞ്ഞാലും ഡെഫിനേഷൻ ഓക്കെ, ഹോളോനോമിക്കും നോൺ ഹോളോനോമിക്കും ഓക്കെ, ഇത് രണ്ടും ഇതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ആൻസർ എഴുതാനായിട്ടുള്ള ഒരു സ്ട്രക്ചറിങ് ടൈം അത് മാത്രമേ നിങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നുള്ളത് നമ്മുടെ വെരി ഷോർട്ട് ആൻസർ ആയിട്ടുള്ള 10 to 15 മിനിറ്റ്സ്, അതൊക്കെ നമുക്ക് നോക്കാം.
ബാലൻസ് നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10-12 മിനിറ്റ് നിങ്ങൾക്ക് റിവ്യൂ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നതാണ്, ഡെറിവേഷൻസ് ചെയ്യുന്നതാണ്. മേ ബി ചില ഡെറിവേഷൻസ് ചെയ്ത് പകുതി വഴിയെത്തി സ്റ്റക്ക് ആവുകയാണെങ്കിൽ ലീവ് ഇറ്റ് ദെൻ ആൻഡ് ദർ ആൻഡ് ഗോ ഫോർ ദി അതർ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരിക, തിരിച്ചിങ്ങോട്ട് വന്നത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും കൂടെ റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ 10 to 12 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്നത്. നേരത്തെ എക്സാം കഴിയുന്നത് നല്ല കാര്യം, അല്ല എന്നുണ്ടെങ്കിൽ 10 to 12 മിനിറ്റ്സ് എപ്പോഴും ബാക്കി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇതാക്കാനായിട്ട്. അതായത് റഷ് ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി അവസാനിച്ച് പേപ്പർ കൊടുക്കുന്ന രീതിയിലേക്ക് പോകരുത്. അപ്പൊ നിങ്ങൾക്ക് എഴുതിയത് എന്താണെന്നോ ലാസ്റ്റ് എഴുതിയത് എന്താണെന്നോ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഡിറൈവ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫ്രം ഡാലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അപ്പൊ ഡാലംബർട്ട്സ് പ്രിൻസിപ്പിളും ഇമ്പോർട്ടന്റ് ആണ്, ലഗ്രാഞ്ചസ് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ പാർട്ടിക്കിൾ ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് ആൻഡ് ക്ലാസിഫൈ ദ പോസിബിൾ ഓർബിറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർബിറ്റൽ ക്ലാസിഫിക്കേഷനും സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇനി സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വിരിയൽ തിയറം, ഡിറൈവ് ഇറ്റ് ഫോർ എ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷന്റെ കേസിലുള്ള വിരിയൽ തിയറത്തിന്റെ എക്സ്പ്ലനേഷൻ, ഇതെല്ലാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇതൊന്നും ഒഴിച്ചുകൂടാൻ, അതായത് ഒരു സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നോളം ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് 8 തവണ 7 തവണയൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ട് ഇസ് ഹോളോനോമിക് കൺസ്ട്രെയിൻ, ഗീവ് എക്സാമ്പിൾസ് ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ, അത് ഒരു 7 തവണ ചോദിച്ചിട്ടുണ്ട്. ദ ലഗ്രാഞ്ചിയൻ ഫോർ ഡബിൾ പെൻഡുലം ആൻഡ് ഡിറൈവ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഡബിൾ പെൻഡുലം ആണ്, ഡബിൾ പെൻഡുലം ചോദിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് പെൻഡുലം അല്ല, ഡബിൾ പെൻഡുലം ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതും 6 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാപ്ലേസ് റൂംഗ്ലൻ സ്പെക്ട്രം, കെപ്ലർ പ്രോബ്ലം. Define and discuss the Laplace Runglen spectra for Kepler problem. Discuss the energy function and cyclic coordinates for Hamiltonian mechanics. Energy function ആ സൈക്ലിക് കോർഡിനേറ്റ്സിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. 6 ടൈംസ് ഒക്കെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി obtain the equations for small oscillation and explain the normal modes of coupled normal modes for 2 coupled pendulum. ആ നോർമൽ മോഡ്സിന്റെ ഒരു വലിയ ഡെറിവേഷൻ ഉണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. 5 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റുദർഫോർഡ് സ്കാറ്ററിംഗ്, എക്സ്പ്ലെയിൻ ദ സ്കാറ്ററിംഗ് ആംഗിൾ ആൻഡ് ക്രോസ് സെക്ഷൻ ഫോർ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ്, അത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഫോഴ്സ്ഡ് ആൻഡ് ഡാംപ്ഡ് ഓസിലേറ്റർ, ഡിസ്ക്രൈബ് ദ ഫോഴ്സ്ഡ് ആൻഡ് ഡാംപ്ഡ് ഓസിലേറ്റർ, ഒബ്റ്റെയിൻ ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ ആൻഡ് ഡിസ്കസ് ദ റെസൊണൻസ് കേസ് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് വരുന്നത്. ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും 8 ടൈംസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് ഡാലംബർട്ട്സ് പ്രിൻസിപ്പിളും സെൻട്രൽ ഫോഴ്സ് മോഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആൻഡ് ഓർബിറ്റ് ആണ്. അതിന്റെ ആവറേജ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 7.5, 6.8. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ലഗ്രാഞ്ചസ് ഇക്വേഷനും ഡാലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡബിൾ പെൻഡുലം. 8 മാർക്കാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ഇതാ ഇവിടെയാണ് വരുന്നത്, ഡബിൾ പെൻഡുലം, ലഗ്രാഞ്ചിയന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വിരിയൽ തിയറം, ഹോളോനോമിക് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിനിൽ 5.7, 5.8, ലാപ്ലേസ് റൂംഗ്ലൻ സ്പെക്ട്രം. ഇതൊക്കെ അപ്പിയർ ചെയ്യുന്നതിന്റെ കണക്കിനേക്കാളും ആവറേജ് എത്ര മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ്. കുറെ പ്രാവശ്യം അപ്പിയർ ചെയ്തു, അപ്പൊ ആ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. അതിന് എത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഡാലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മുടെ ലഗ്രാഞ്ചസ് ഇക്വേഷൻ 8 തവണ അപ്പിയർ ചെയ്ത് അതിന് ആവറേജ് മാർക്ക് 7.5 ഉള്ളൂ. നേരെ മറിച്ച് ഈ ഡബിൾ പെൻഡുലം 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൽ നിന്ന് കിട്ടാവുന്ന ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 8 മാർക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഡബിൾ പെൻഡുലം ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റുംഗ്ലൻ സ്പെക്ട്രം നോക്കിക്കോളൂ. റുംഗ്ലൻ സ്പെക്ട്രം എന്ന് പറയുന്നത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് വിരിയൽ തിയറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മാർക്ക് കൂടുതൽ ഏതിനാണ് വരുന്നത്? 5.8 ആവറേജ് മാർക്ക് വരുന്നത് ലാപ്ലേസ് റുംഗ്ലൻ സ്പെക്ട്ര. നിങ്ങളോട് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, കാരണം അതിന്റെ ഡെറിവേഷൻ വലുതാണ്, മറ്റേതിന്റെ ഡെറിവേഷൻ ചെറുതാണ്. അപ്പൊ അതനുസരിച്ചുള്ള മാർക്കിനും വേരിയേഷൻസ് വരും. പിന്നെ അതുപോലെ തന്നെയാണത് സൈക്ലിക് കോർഡിനേറ്റ്, എനർജി ഓഫ് ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ, സ്കാറ്ററിംഗ് ആംഗിൾ, ക്രോസ് സെക്ഷൻ, റുദർഫോർഡ് സ്കാറ്ററിംഗിന്റെ ഒക്കെ ഫോഴ്സ്ഡ് ഓർ ഡാംപ്ഡ് ഓസിലേറ്റർ, റെസൊണൻസ് കേസൊക്കെ വരുന്നതാണ്. ആവറേജ് മാർക്സിൽ ഇതിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആവറേജ് മാർക്ക് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ സ്മോൾ ഓസിലേഷന്റെ നോർമൽ മോഡ്സ് ആണ്. 5.6, 5 തവണ അത് അപ്പിയർ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും കൂടുതൽ മാർക്ക് അതിന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്.
പ്രാക്ടീസ് ചെയ്യുക, ടൈംഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ 10 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് 2 തവണ എഴുതി പഠിക്കുക. റിയൽ എക്സാം കണ്ടീഷൻസ് വെച്ചിട്ട് 5 മിനിറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് എന്താ പറയാ പ്രഷറൈസ് ചെയ്തിട്ട്, ഒരു എക്സാമിലാണ് നിങ്ങൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രഷറൈസ് ചെയ്തിട്ട് അങ്ങനെ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 10 to 12 മിനിറ്റ്സിൽ നമ്മൾ ആ പറഞ്ഞ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കാം. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ 15 മിനിറ്റ് എടുക്കുന്ന സാധനം മേ ബി അവിടെ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രയും നമുക്ക് ടൈം ലാഭിക്കാം. പിന്നെ സെൽഫ് ചെക്ക്, അതായത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൻസേഴ്സ്, നിങ്ങൾ എഴുതിയ ആൻസേഴ്സും ആൻസർ കീയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും എങ്ങനെയാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ ഏറ്റവും അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നിങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ആൻസേഴ്സ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പിന്നെ ഓൾട്ടർനേറ്റ് ഫോമാറ്റ് റീറൈറ്റ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യുക, ഫ്ലോ ചാർട്ട് പോലെ ഇരുന്ന് പഠിക്കുക. നല്ലപോലെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കൺസെപ്റ്റ്, മറക്കുന്ന കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതൊരു വിഷ്വലൈസേഷൻ ചാർട്ടാണ്. എത്ര പെർസെന്റേജ് ആണ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് എത്ര പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതർ ക്വസ്റ്റ്യൻസ് 0% ആണ് കാണിക്കുന്നത്. ഇതാണ് ഓൾമോസ്റ്റ് ഈ രീതിയിൽ അത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. 80% പ്രോബബിലിറ്റി ഉള്ളത് ഏത് ടോപ്പിക്കാണ്? ലഗ്രാഞ്ചിയന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം. അതിനാണ് ഹൈ പ്രയോറിറ്റി ഉള്ളത്. പിന്നെ ഹൈ പ്രയോറിറ്റി ഉള്ളത് വിരിയൽ തിയറം, ഹോളോണോമിക് ആൻഡ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ്. അതിനും ഹൈ പ്രയോറിറ്റി ആണ്. പിന്നെ അതുപോലെ ലാപ്ലേസ് മുൻഗ്ലൻസ് വെക്ടർ, ഡബിൾ പെൻഡുലം, സൈക്ലിക് കോർഡിനേറ്റ്സ്, ഇതിന് മീഡിയം പ്രയോറിറ്റി ആണുള്ളത്. 60% പ്രയോറിറ്റി ആണ്. പിന്നെ കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, നോർമൽ മോഡ്സ്, സ്കാറ്ററിംഗ് ആംഗിൾ, ഫോഴ്സ്ഡ് ഡാംഡ് ഓസിലേറ്റർ, കൺസർവേഷൻ ഓഫ് ലോസ് ഫോർ മിനി പാർട്ടിക്കൽ സിസ്റ്റം, ഇതൊക്കെ നമുക്കൊരു മീഡിയം ടു ലോ പ്രയോറിറ്റി വരുന്നതാണ്. ഏറ്റവും കുറവ് ചോദിച്ചിരിക്കുന്നത് ഹോമോജിനിറ്റി, ഐസോട്രോപ്പി എന്നൊക്കെ പറയുന്നതാണ്. ഇതിൽ ഈ പ്രയോറിറ്റി ലിസ്റ്റ് പറയുന്ന 80% എന്ന് വെച്ചാൽ 10ൽ 8 പേപ്പേഴ്സിലും ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 70 എന്ന് പറയുമ്പോൾ എന്താ, 10ൽ 7 പേപ്പേഴ്സിലും അത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ 10ൽ 6 പേപ്പറിലും അത് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ഫുട് നോട്ട്സിൽ പറയുന്നത്. ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷനും ആപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു 10 പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ 8 പേപ്പറിലും അത് ചോദിച്ചിട്ടുണ്ടാവും. ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം 8 പേപ്പറിലും ചോദിച്ചിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹൈ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, സെൻട്രൽ ഫോഴ്സ് ഇക്വേഷൻ, വിരിയൽ തിയറം, കൺസ്ട്രെയിൻസ്. ഇതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? നിങ്ങൾ നല്ലപോലെ ഡെറിവേഷൻസ് കാണാപ്പാടുമല്ല, ആ ഒരു ഫ്ലോയിൽ പഠിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ കിട്ടും. ഇനി ഡബിൾ പെൻഡുലം, ലഗ്രാഞ്ചിയൻ, ലാപ്ലേസ് മുൻഗ്ലൻസ് വെക്ടർ, സൈക്ലിക് കോർഡിനേറ്റർ, കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, സ്കാറ്ററിംഗ് ആംഗിൾ, ക്രോസ് സെക്ഷൻ, ഫോഴ്സ്ഡ് ആൻഡ് ഡാംഡ് ഓസിലേറ്റർ, റെസൊണൻസ്, ഇതിനൊക്കെ മീഡിയം പ്രയോറിറ്റി ആണ്. പക്ഷെ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് കൺസെപ്റ്റ് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നിർബന്ധമായിട്ടും മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ. പിന്നെ ലോ പ്രയോറിറ്റിയിൽ വരുന്നത് കൺസർവേഷൻ ലോസ്, എലിമെന്ററി ഇക്വേഷൻസ് ഓഫ് മോഷൻ, പിന്നെ അതുപോലെ LCR സർക്യൂട്ട്, ഡാമ്പിങ്ങിന്റെ വരുന്നത്, സിമെട്രി, ഹോമോജിനിറ്റി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം എഴുതാനായിട്ട് അത് പറ്റും. ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. എങ്ങനെയാണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്? ഗ്രീൻ കൊടുക്കുന്നത് എന്താ? ഹൈ പ്രോബബിലിറ്റി. യെല്ലോ കൊടുത്തിരിക്കുന്നത് മീഡിയം പ്രോബബിലിറ്റി. റെഡ് കൊടുത്തിരിക്കുന്നത് ലോ പ്രോബബിലിറ്റി. ഓക്കെ, ആ രീതിയിൽ. ഇനി നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്.
1.5 മണിക്കൂർ ടൈം, മാക്സിമം മാർക്ക് 25 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്റേണൽ ചോയ്സസ് ആർ ഗിവൺ. ഓൾ ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്, ഇന്റേണൽ ചോയ്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണിൽ തന്നെ 2 പാർട്ട് ഓഫ് പ്രോബ്ലം ഉണ്ട്. ഒന്ന് ബ്ലോക്ക് 1 ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആൻഡ് അപ്ലിക്കേഷൻസ് എന്ന് വരുന്നതാണെങ്കിൽ, ഒന്ന് ഹോളോനോമിക് കൺസ്ട്രെയിൻ എന്ന് വരുന്നതാണ്. A particle of mass m moves along the side of the surface of a frictionless cone of semi-vertical angle A and base radius r, completing horizontal circles under gravity. Set up the Lagrange's equation, appropriate generalized coordinates, and derive the equations of motion for the particle. ലഗ്രാഞ്ചിനെ എഴുതണം, എന്നിട്ട് അതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതണം എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷന്റെ, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ആ 3 particle system consists of masses m1, m2, m3, 2, 3, 5 kg connected by a light rigid rod forming a triangle. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതാണ്. Write down all the constraints of the equation. എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് എഴുതണം. അതുപോലെ ഈ കൺസ്ട്രെയിൻസ് ഹോളോനോമിക് ആണോ നോൺ ഹോളോനോമിക് ആണോ എന്നുള്ളത് ഈ കൺസ്ട്രെയിനെ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻസ് എന്തുകൊണ്ട് ഹോളോനോമിക്, അതിൽ ഏതൊക്കെയാണ് ഹോളോനോമിക് ഏതൊക്കെയാണ് നോൺ ഹോളോനോമിക് എന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് എന്ന് കൂടെ നിങ്ങൾ പറയണം. ഓക്കെ, ഇനി അടുത്തത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ സെൻട്രൽ ഫോഴ്സ് f of r is equal to -k/r² plus lambda r, where k and lambda are some constants. Obtain the differential equation of the orbital motion, the differential equation. ഇനി classify the nature of the possible orbits for both attractive and repulsive cases. For nature of orbits, attractive കേസിനും repulsive കേസിനും സെൻട്രൽ ഫോഴ്സ് ഇക്വേഷൻസ് ആൻഡ് ഓർബിറ്റ്സ് എന്ന് ചോദിച്ചിരിക്കുന്നതാണ്. പിന്നെ for a system of a 2 coupled oscillator, each of mass m and natural frequency omega, coupled with a spring constant kc or k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതാ, നോർമൽ മോഡ്സും ഫ്രീക്വൻസി, അതായത് കപ്പിൾഡ് ഓസിലേറ്റർ നോർമൽ മോഡ്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the Hamiltonian for a particle in a one-dimensional potential is given by h is equal to p square by 2m plus v of q, where v of q is equal to half m omega square q square. Show that q is a cyclic coordinate if v of q is independent of q and state the conservation laws that follows. Okay, അത് സൈക്ലിക് കോർഡിനേറ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കൺസർവേഷൻ ലോസ്, അതിനെ അബൈഡ് ചെയ്യുന്ന കൺസർവേഷൻ ലോസും കൂടെ പറയാം. ഇനി for the above potential, derive the equations of motion using Hamiltonian's principle. ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിളിന്റെ എന്താ പറയുക, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ ഇതാക്കാനായിട്ട് സൈക്ലിക് കോർഡിനേറ്റ്സ് ആൻഡ് ഹാമിൽട്ടോണിയൻ എനർജി ഫംഗ്ഷൻ എന്ന് വന്നിട്ടുണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, a particle of mass m is constrained to move on a side of a rotating ring of radius a ആണ്, അത് a അല്ല, ജസ്റ്റ് a ആണ്, അത് ഒരു ടൈപ്പ് ഓഫ് എറർ വന്നിരിക്കുന്നതാണ്. which rotates with an angular velocity omega about a vertical axis. Write the Lagrangian and obtain the equations of motion. Equations of motion എഴുതണം. Discuss the stability of equilibrium points at omega is equal to 0 and omega not equal to 0. Applications of Lagrange's equation എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതില് ഒരു പാർട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ 2 പാർട്ട് ഉണ്ടാവും, 2 പാർട്ട് ഉണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ്. The potential energy of a system of a 2 masses connected by a spring is given by half k x1 square plus x2 square plus half kc x1 minus x2 the whole square. K and kc എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്സ് ആണ്. Derive the normal modes of frequency and describe the type of oscillations observed. അതിന് 6 മാർക്കാണ്. നെക്സ്റ്റ്, a double pendulum consists of 2 masses m, 3m ഇല്ലാട്ടോ, ഒരു m ആണ്, and length l അല്ല, ഒരു l, with the first pendulum attached to a fixed support and the second to the first mass. Write down the Lagrangian for the system and hence obtain the equations of motion. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്. ഒന്ന് നോർമൽ മോഡ്സ് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ടു മാസ് സിസ്റ്റത്തിന്റെ ഒരു നോർമൽ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ഡബിൾ പെൻഡുലത്തിന്റെ, അതും ഒരു ടു മാസ് സിസ്റ്റം ആണല്ലോ, അതിന്റെയും ഒരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ളത് ഡബിൾ പെൻഡുലം ആൻഡ് സ്മോൾ ഓസിലേഷൻ. Next, a particle of mass m is scattered by a central potential v of r is equal to minus omega by r, where gamma minus gamma by r, omega alla, gamma by r, gamma is a constant. Derive expression for the differential cross section in terms of scattering angle. Scattering angle ന്റെ differential cross section കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ലാപ്ലേസ് റൂംഗ്ലൻസ് വെക്ടർ, ദ ലാപ്ലേസ് റൂംഗ്ലൻസ് വെക്ടർ ഫോർ എ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ഇസ് ഗിവൺ ബൈ a is equal to p cross l minus mk r by r എന്ന് പറയുന്ന ആ വെക്ടർ.
Prove that A is conservative for inverse square law force and discuss the physical significance in planetary motion. Scattering ഇന്നും ലാപ്ലേസ് ഗുണ്ടലൻസ് വെക്ടർ എന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ വർക്ക്ഔട്ട് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആ ടൈം ലിമിറ്റ് 1.5 മണിക്കൂർ എന്ന് പറയുന്ന ആ ടൈം ലിമിറ്റിൽ 25 മാർക്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിനകത്ത് വളരെ ഷോർട്ട്ലി അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആൻസർ കീ ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സെഷനിൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ്, ഹൈ ഈൽഡ് ടോപ്പിക്സ്, അതുപോലെ തന്നെ ബ്ലോക്ക് കാര്യങ്ങൾ നല്ല രീതിക്ക് പഠിക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂൺ 2025 എക്സാമിന് കുറച്ചും കൂടെ മാർക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈക്കിൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും ബേർഡൻ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുക. നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് MPH 002 എന്ന് പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന പേപ്പർ. വളരെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലുള്ള പേപ്പറാണ്. സോ മേക്ക് വൈസ് യൂസ് ഓഫ് ദിസ് പേപ്പർ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ വരുന്ന ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 വരുന്ന ടെർമിനൽ എൻഡ് എക്സാമിനേഷന് ഫ്രം മൈസെൽഫ് ആൻഡ് ദ ഹോൾ പാർട്ട് ഓഫ് ലേൺ വൈസ് എന്ന് ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാണ്. സോ കീപ് കാം, stay cool and be ready for the exam. So thank you.